ഇല്ല. അങ്ങനെ ഈ അജാമളൻ്റെ ജീവനെ വന്നിട്ട് ഇവർ പിടിച്ചു വലിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആ സമയത്ത് ഈ അജാമളൻ ഈ വ്യമകിങ്കരന്മാരെ കണ്ട് ഉള്ളു കാളിക്കൊണ്ട് തൻ്റെ പുത്രനെ വിളിച്ചു നാരായണാന്ന്. ഉള്ളു കാളിക്കൊണ്ടേ എരിഞ്ഞുകൊണ്ട് നാരായണാന്ന് വിളിച്ചതും ജഗാത നാരായണ എന്നുള്ള സ്വാമിയുടെ ചതുരക്ഷരം 4 അക്ഷരം വിളിച്ചതും പെട്ടെന്ന് അവിടെ 4 ദിവ്യപുരുഷന്മാരെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അത്രയും അർത്ഥം. പിൽപ്പാടു ചെന്നഥ തടുത്തോരു 4 വരെയും. ഉടനെ നാരായണ എന്നുള്ളതായ ആ വിളി കേട്ടതും 4 ദിവ്യപുരുഷന്മാരെ ഭഗവാന്റെ പാർഷദന്മാരെ അവിടെ വന്ന് ആ അജാമിളനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആ യമദൂതന്മാരെ തടഞ്ഞു. അത്രയും അർത്ഥം. ചോദിച്ചു, ഇങ്ങനെ മുമ്പുണ്ടായിട്ടില്ലല്ലോ. ധർമ്മദേവന്റെ ഭൃത്യന്മാർക്ക് ഇതുവരെ പരാജയം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ തടയുന്ന നിങ്ങളാരാ? അപ്പോൾ വിഷ്ണുദൂതന്മാർ പറഞ്ഞു, ഞങ്ങളാരാന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, നിങ്ങളാരാ മനസ്സിലായില്ല. എന്താ എല്ലാവരെയും ശിക്ഷിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും അധികാരം തന്നിട്ടുണ്ടോ? അതോ ചിലരെ മാത്രമേ ശിക്ഷിക്കാനേ അർഹതയുള്ളൂ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ആരെയൊക്കെ ശിക്ഷിക്കാനാണ് നിങ്ങൾക്ക് അധികാരമുള്ളത്? നിങ്ങൾ ആരാ കേൾക്കട്ടെ ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾ ധർമ്മദേവന്റെ ഭൃത്യന്മാരാ. ഉടനെ വിഷ്ണുദൂതന്മാർ പറഞ്ഞു, ധർമ്മദേവന്റെ ഭൃത്യന്മാരാണ്, നിങ്ങൾക്ക് ധർമ്മം എന്താ നിശ്ചയം ഉണ്ടാവണമല്ലോ, പറയൂ കേൾക്കട്ടെ പറഞ്ഞു. അപ്പോൾ അവർ കാണാതെ പഠിച്ച ധർമാധർമ്മങ്ങളുടെ വ്യവസ്ഥ അവർ പറഞ്ഞു. വേദപ്രണിഹിതോ ധർമ്മഹധർമ്മസ്തദ്വിപര്യേയ. വേദം ഭഗവാന്റെ വാക്കുകളാ. ലോകത്തിനെ നല്ല നടത്താൻ വേണ്ടിയിട്ട്, നല്ല വഴിക്ക് നടത്താൻ വേണ്ടി, ശ്രേയോമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി വേദമാതാവ് മനുഷ്യനോട് ചിലതൊക്കെ ആവാം, ചിലതൊക്കെ ആയിക്കൂടാ പറഞ്ഞിട്ടുണ്ട്. വിധി നിഷേധ രൂപേണ ധർമാധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രങ്ങൾ വിധി പറഞ്ഞ രീതിയിൽ ആവാമെന്ന് പറഞ്ഞത് ചെയ്താൽ, വിധിച്ചത് ചെയ്താൽ ധർമ്മം, അത് ചെയ്യാണ്ടിരുന്നാൽ അധർമ്മം. വിലക്കിയിട്ടുള്ളത് ചെയ്യാതിരുന്നാൽ ധർമ്മം, വിലക്കിയത് ചെയ്താൽ അധർമ്മം. ഓ ശരി ആട്ടെ, എല്ലാവരെയും ചികിത്സിക്കാൻ, എല്ലാവരെയും നേരെയാക്കാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ? ഇല്ല. അപ്പോൾ യമദൂതന്മാർ പറഞ്ഞു, അജ്ഞാനം കൊണ്ടാണ് ഇവിടെ ആരും ജനിക്കണത്. അപ്പോൾ ജന്മാന്തര കർമ്മവാസനയും അജ്ഞാനമായിട്ട് പറക്കണ മനുഷ്യന് സ്വാഭാവികമായിട്ടും അറിഞ്ഞറിയാണ്ടും പാപം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത പാപങ്ങൾക്ക് തക്കതായ പ്രായശ്ചിത്തം മരിക്കുന്നതിന് മുമ്പ് ചെയ്താൽ അവൻ ആ പാപത്തുനിന്ന് മോചിതനാവും. അവനെ ഞങ്ങൾക്ക് ശിക്ഷിക്കാൻ അർഹതയില്ല. അല്ല, അറിഞ്ഞും അറിയാണ്ടും പാപം ചെയ്തിട്ടും മരിക്കണതിന് മുമ്പ് തക്കതായ പ്രായശ്ചിത്തമൊന്നും ചെയ്തില്ലെങ്കിൽ അവനെ തീർച്ചയായും ഞങ്ങൾ കൊണ്ടുപോയി ശിക്ഷിക്കും. അതിന് ഞങ്ങൾക്ക് അർഹതയുണ്ട് പറഞ്ഞു. ഇതങ്ങോട്ട് പറഞ്ഞ് നിർത്തിയതും വിഷ്ണുദൂതന്മാർ പറയല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തൊരു അധർമ്മമാണ് നിങ്ങൾ ചെയ്തത്? മാതാപിതാക്കന്മാരെ വിശ്വസിച്ച് മടിയിൽ കിടന്ന് ഉറങ്ങുന്ന കുട്ടികളെ അവർ തന്നെ പീഡിപ്പിക്കുകയും അവർ തന്നെ ദ്രോഹിപ്പിക്കുകയും അവർ തന്നെ കൊല്ലും ചെയ്യാൻ വെച്ചാൽ കുട്ടികൾക്ക് പിന്നെ ആരാശ്രയം? ധർമ്മം അറിഞ്ഞ് നടപ്പാക്കേണ്ടവർ തന്നെ അധർമ്മം നടപ്പാക്കാൻ തുടങ്ങി. അതല്ലേ ഇപ്പം ഉണ്ടായത്? യമദൂതന്മാർക്ക് പിടികിട്ടിയില്ല. വിഷ്ണുദൂതന്മാർ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് ഇവൻ ഈ ജന്മത്തിൽ ഇന്ന പാപങ്ങളൊക്കെ ചെയ്തു എന്ന്. ചെയ്ത പാപങ്ങളൊക്കെ അവർ നിരത്തി. വിഷ്ണുദൂതന്മാർ പറയുക, ഇവൻ ഈ ജന്മത്തിൽ എത്ര പാപം ചെയ്യട്ടെ, ഈ ജന്മത്തിലേന് മാത്രമല്ല 1 കോടി ജന്മങ്ങളിൽ അറിഞ്ഞും അറിയാണ്ടും ചെറുതും വലുതുമായിട്ട് എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ ആ പാപങ്ങൾക്ക് മുഴുവൻ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. നിങ്ങളല്ലേ പ്രായശ്ചിത്തം ചെയ്തവനെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല പറഞ്ഞത്? ജന്മകോട്യം ഹസാമപി അയം തു കൃതനിർവേശ. 1 കോടി ജന്മങ്ങളിൽ ചെയ്ത കോടിക്കണക്കിന് പാപങ്ങൾ ഇവൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവട്ടെ, അതിന് പോലും പ്രായശ്ചിത്തം അവൻ ചെയ്തു കഴിഞ്ഞു. ജഗാത ചതുരക്ഷരം യഥാ നാരായണായേരി. എപ്പോ മനസ്സ് കാളിക്കൊണ്ട് ഞങ്ങളുടെ സ്വാമിയുടെ നാരായണ എന്നുള്ള 4 അക്ഷരം ദിവ്യനാമം ഇവൻ ജപിച്ചുവോ, ആ നിമിഷം 1 കോടി ജന്മങ്ങളിലെ കോടിക്കണക്കിനുള്ള പാപങ്ങൾക്ക് പോലും ഇവൻ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തൊടാൻ അർഹതയുണ്ടോ പറയും? അവരാകെ പരിഭ്രാന്തരായി. അവർ പറഞ്ഞു, ശരി, ഭഗവാന്റെ നാമം ജപിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ പാപത്തൊന്നും മോചിതനായി എന്ന് വരാം. പക്ഷെ ഇവൻ ഭഗവാന്റെ നാമാണെന്ന് അറിയില്ല, അവന് ഭക്തിയൊന്നുമില്ല, അവന് ഭഗവാന്റെ നാമാണെന്ന് അറിഞ്ഞിട്ട് ഭഗവാനെ വിളിച്ചതല്ലല്ലോ, ഞങ്ങളെ കണ്ട് പേടിച്ച് അരണ്ടിട്ട് അവൻ്റെ മോനെ വിളിച്ചതല്ലേ. അപ്പോൾ യമദൂതന്മാർ പറഞ്ഞു, അജ്ഞാനാഥവാ ജ്ഞാനാത് ഉത്തമ ശ്ലോകനാമയത് സങ്കീർത്തിതമധം അഘം പുംസഹ. അറിഞ്ഞിട്ടാവട്ടെ അറിയാണ്ടാവട്ടെ ഭഗവത് നാമ വൈഭവം നിങ്ങൾക്കറിയില്ല. ആ വസ്തുവിൻ്റെ മഹിമ അത് അറിഞ്ഞിട്ടാവട്ടെ അറിയാണ്ടാവട്ടെ അതിന് സമീപിക്കുന്നവർക്ക് കിട്ടും. ഔഷധം കഴിച്ചു ഒരാൾ, ഔഷധം വയർ സുഖേടായി ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ അവന് ഒരു 6 ദിവസം കഴിക്കാൻ ഒരു മരുന്ന് കൊടുത്തു. ഈ രോഗിക്ക് അറിയണോ ഇതിലെന്തെല്ലാം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം ഘടകങ്ങളുണ്ട്, ഇതിലേത് ഘടകം എൻ്റെ രോഗം എങ്ങനെയാണ് മാറ്റാൻ പോകണമെന്നൊക്കെ ഈ രോഗിക്ക് അറിയണോ? രോഗിക്ക് അറിയൂല, അറിയും വേണ്ട. ഇത് എഴുതി കൊടുക്കണം ഡോക്ടർക്ക് അറിയും. ഈ മരുന്ന് വരാണ്ട് കഴിച്ചാൽ മതി, അവൻ്റെ സൂക്കേട് മാറണില്ലേ.
ഇതുപോലെ അറിഞ്ഞാവട്ടെ അറിയാണ്ടാവട്ടെ ഭഗവത് നാമത്തിന് സമസ്ത പാപങ്ങളെയും പരിഹരിക്കാനുള്ള പ്രഭാവമുണ്ട്, ശക്തിയുണ്ട് എന്ന് പറഞ്ഞു വിഷ്ണുദൂതന്മാർ. അഗ്നി അറിയാവട്ടെ അറിയാണ്ടാവട്ടെ, അറിയുന്ന മുതിർന്നവർ പോയി തൊട്ടാൽ പൊള്ളുക, അറിയാത്ത കുട്ടികൾ പോയി തൊട്ടാൽ പൊള്ളാണ്ടിരിക്കുക, അങ്ങനെയുണ്ടോ? അത് വസ്തുവിൻ്റെ മഹിമയാണ്. ഇതുപോലെ ഈശ്വരനാമം അറിഞ്ഞു ജപിച്ചാൽ വളരെ വിശേഷം, അറിഞ്ഞല്ല അറിയാണ്ട് വിളിച്ചാലും മതി. എങ്ങനെ പറയണു? സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവച വൈകുണ്ഠനാമഗ്രഹണം അശേഷ അഖഹരം വിദുഹു. ഋഷീശ്വരന്മാരാ ഇത് മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചേക്കണത്. ഇതിനേക്കാൾ വലിയ പ്രായശ്ചിത്തമില്ല എന്ന്. ഗുരുണാം ച ലഘൂനാം ച, ചെറുതും വലുതുമായിട്ടുള്ളതായ എത്ര പാപങ്ങളുണ്ടാവട്ടെ അതിനൊക്കെ എത്ര മാത്രമേ പ്രായശ്ചിത്തം ചെയ്യുന്നുള്ളൂ. അറിഞ്ഞിട്ടാവട്ടെ അറിയാണ്ടാവട്ടെ, പരിഹസിച്ചിട്ടാവട്ടെ, കളിയാക്കിയിട്ടാവട്ടെ, ചിലപ്പോൾ ആപത്തിൽ പെടുന്ന സമയത്ത് അയ്യോ ആവൂന്നൊക്കെയാണ് നമ്മുടെ മനസ്സ് വരിക അല്ലേ? കാലിടറി വീഴുമ്പോൾ, കള്ളന്മാരെ കാണുമ്പോൾ, പട്ടി കടിക്കാൻ വരുമ്പോൾ, വണ്ടി ആക്സിഡൻറ്റിൽ പെടുമ്പോൾ, അപ്പോൾ ഒക്കെ മനസ്സിൽ കൃഷ്ണ നാരായണ ഗുരുവായൂരപ്പാന്ന് വരുമോ? അതിന് വേണം സുഹൃതം ചെയ്യണേ. ആൾക്കാർ ഇങ്ങനെയൊക്കെ ഓരോ സന്ദർഭം വരില്ലേ? കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മയെ കണ്ടിട്ടുണ്ട്, കുട്ടികൾ തുമ്മുമ്പോൾ ഹരേ കൃഷ്ണ എന്നാണ് പറയുക. ഹരേ കൃഷ്ണ, അവിടെയും ഭഗവാന്റെ സ്മരണയാണ്. നോക്കൂ, അത് കേട്ട് ആ കുട്ടിക്കും ഹരേ കൃഷ്ണ എന്നുള്ളത് മനസ്സിൽ സംസ്കാരം വരുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാ നമ്മുടെ ഒരു സംസ്കാരം നത്തം. ഇവർക്കറിയാം, രാമളൻ്റെ കഥയൊക്കെ അവർക്കറിയാം, അവർ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും. ചിന്തിച്ച് നോക്കൂ കേട്ടോ, ഇവിടെ യമദൂതന്മാർ ഉത്തരമില്ലാത്തവരായി. അതുകൊണ്ട് ഭഗവൻ നാമത്തിൻ്റെ വൈഭവം പറയാൻ പറ്റുമോ? പറയണു. ഇപ്പം മരുന്ന് കഴിച്ചാൽ സൂക്കേട് മാറുക എന്നുള്ളതും അഗ്നി തൊട്ടാൽ പൊള്ളുക എന്നുള്ളതും ലൗകിക ഉദാഹരണമല്ലേ? ലൗകികമാണോ ഭഗവൻ നാമ വൈഭവം? അലൗകികമാണ്. അനുഭവം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്നതാ. പിന്നെ എന്തിനാ വിഷ്ണുദൂതന്മാർ ലൗകിക ഉദാഹരണം പറഞ്ഞത്? നമ്മുടെ മനസ്സ് ലൗകികത്തിലാണ് ഉറച്ചു കിടക്കണതേ. ലൗകിക ഉദാഹരണം പറഞ്ഞാലേ നമ്മുടെ തലയിൽ കയറുള്ളൂ. അതിനുവേണ്ടി ലൗകിക ഉദാഹരണം പറഞ്ഞതാ. അതുകൊണ്ട് അറിഞ്ഞോ അറിയാണ്ടോ വലുതോ ചെറുതോ ആയിട്ട് എത്ര പാപം ചെയ്തിട്ടുണ്ടാവട്ടെ, ഈ ജന്മത്തിലെ നല്ല കോടി ജന്മങ്ങളിൽ ഒരുവൻ ചെയ്യട്ടെ, ആ സമസ്ത പാപങ്ങളും ആ മഹാപ്രഭുവിൻ്റെ സ്മരണ മാത്രയിൽ നശിക്കുന്നു. ഹരിർ ഹരതി പാപാനി ദുഷ്ടചിത്തൈഹി അഭിസ്മൃതഃ. അവിടുത്തെ മഹിമയാണ് കേട്ടോ ഹരിയുടെ മഹിമ. ദുഷ്ടത ചെയ്തവർ, ദുഷ്ടകർമ്മങ്ങൾ ചെയ്തവർ, ദുഷ്ടമനസ്സുള്ളവർ, മഹാപാപം ചെയ്തവർ പോലും ആ ഹരിയെ സ്മരിക്കുമെങ്കിലോ ആ സ്മരണ മാത്രയിൽ ആ പാപങ്ങളൊക്കെ നശിക്കും അത്രയെന്നർത്ഥം. ഈശ്വരനാമം അറിഞ്ഞു ജപിച്ചാൽ വളരെ വിശേഷം, അറിഞ്ഞല്ല അറിയാണ്ട് വിളിച്ചാലും മതി. എങ്ങനെ പറയണു? സാങ്കേത്യം പാരിഹാസ്യം വാ ഗ്രഹണം അശേഷ അഖഹരം വിദുഹു. ഋഷീശ്വരന്മാരാ ഇത് മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചേക്കണത്. ഇതിനേക്കാൾ വലിയ പ്രായശ്ചിത്തമില്ല എന്ന്. ഗുരുണാം ച ലഘൂനാം ച, ചെറുതും വലുതുമായിട്ടുള്ളതായ എത്ര പാപങ്ങളുണ്ടാവട്ടെ അതിനൊക്കെ എത്ര മാത്രമേ പ്രായശ്ചിത്തം ചെയ്യുന്നുള്ളൂ. അറിഞ്ഞിട്ടാവട്ടെ അറിയാണ്ടാവട്ടെ, പരിഹസിച്ചിട്ടാവട്ടെ, കളിയാക്കിയിട്ടാവട്ടെ, ചിലപ്പോൾ ആപത്തിൽ പെടുന്ന സമയത്ത് അയ്യോ ആവൂന്നൊക്കെയാണ് നമ്മുടെ മനസ്സ് വരിക അല്ലേ? കാലിടറി വീഴുമ്പോൾ, കള്ളന്മാരെ കാണുമ്പോൾ, പട്ടി കടിക്കാൻ വരുമ്പോൾ, വണ്ടി ആക്സിഡൻറ്റിൽ പെടുമ്പോൾ, അപ്പോൾ ഒക്കെ മനസ്സിൽ കൃഷ്ണ നാരായണ ഗുരുവായൂരപ്പാന്ന് വരുമോ? അതിന് വേണം സുഹൃതം ചെയ്യണേ. ആൾക്കാർ ഇങ്ങനെയൊക്കെ ഓരോ സന്ദർഭം വരില്ലേ? കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മയെ കണ്ടിട്ടുണ്ട്, കുട്ടികൾ തുമ്മുമ്പോൾ ഹരേ കൃഷ്ണ എന്നാണ് പറയുക. ഹരേ കൃഷ്ണ, അവിടെയും ഭഗവാന്റെ സ്മരണയാണ്. നോക്കൂ, അത് കേട്ട് ആ കുട്ടിക്കും ഹരേ കൃഷ്ണ എന്നുള്ളത് മനസ്സിൽ സംസ്കാരം വരുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാ നമ്മുടെ ഒരു സംസ്കാരം നത്തം. ഇവർക്കറിയാം, രാമളൻ്റെ കഥയൊക്കെ അവർക്കറിയാം, അവർ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും. ചിന്തിച്ച് നോക്കൂ കേട്ടോ, ഇവിടെ യമദൂതന്മാർ ഉത്തരമില്ലാത്തവരായി. ഇപ്പം മരുന്ന് കഴിച്ചാൽ സൂക്കേട് മാറുക എന്നുള്ളതും അഗ്നി തൊട്ടാൽ പൊള്ളുക എന്നുള്ളതും ലൗകിക ഉദാഹരണമല്ലേ? ലൗകികമാണോ ഭഗവൻ നാമ വൈഭവം? അലൗകികമാണ്. അനുഭവം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്നതാ. പിന്നെ എന്തിനാ വിഷ്ണുദൂതന്മാർ ലൗകിക ഉദാഹരണം പറഞ്ഞത്? നമ്മുടെ മനസ്സ് ലൗകികത്തിലാണ് ഉറച്ചു കിടക്കണതേ. ലൗകിക ഉദാഹരണം പറഞ്ഞാലേ നമ്മുടെ തലയിൽ കയറുള്ളൂ. അതിനുവേണ്ടി ലൗകിക ഉദാഹരണം പറഞ്ഞതാ. അതുകൊണ്ട് അറിഞ്ഞോ അറിയാണ്ടോ വലുതോ ചെറുതോ ആയിട്ട് എത്ര പാപം ചെയ്തിട്ടുണ്ടാവട്ടെ, ഈ ജന്മത്തിലെ നല്ല കോടി ജന്മങ്ങളിൽ ഒരുവൻ ചെയ്യട്ടെ, ആ സമസ്ത പാപങ്ങളും ആ മഹാപ്രഭുവിൻ്റെ സ്മരണ മാത്രയിൽ നശിക്കുന്നു. ഹരിർ ഹരതി പാപാനി ദുഷ്ടചിത്തൈഹി അഭിസ്മൃതഃ. അവിടുത്തെ മഹിമയാണ് കേട്ടോ ഹരിയുടെ മഹിമ. ദുഷ്ടത ചെയ്തവർ, ദുഷ്ടകർമ്മങ്ങൾ ചെയ്തവർ, ദുഷ്ടമനസ്സുള്ളവർ, മഹാപാപം ചെയ്തവർ പോലും ആ ഹരിയെ സ്മരിക്കുമെങ്കിലോ ആ സ്മരണ മാത്രയിൽ ആ പാപങ്ങളൊക്കെ നശിക്കും അത്രയെന്നർത്ഥം. ഇതാണ് ഭഗവാന്റെ മഹിമ എന്നർത്ഥം.
യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഇതൊക്കെ നമ്മൾ യാന്ത്രികമായിട്ട് ചെല്ലണ്ടേ ഈ വിശ്വാസനാമം ചെല്ലും പോലെ. വിശ്വാസമൊന്നുമില്ല, അർത്ഥം അറിയില്ല, എങ്ങനെ ചെല്ലണു, എല്ലാവരും ചെല്ലണു, ഞങ്ങളും ചെല്ലണു. നോക്കിതൊക്കെ അറിഞ്ഞു. ഇതിൽ ശ്രദ്ധയും വിശ്വാസവും കൂടി വന്നാലത്തെ കാര്യം പറയാനുണ്ടോ? യസ്യ സ്മരണമാത്രേണ, അവിടുത്തെ സ്മരണമാത്രയിൽ എല്ലാ അശുഭങ്ങളിൽ നിന്നും അമംഗളങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൻ മുക്തനായിട്ട് ജന്മസംസാര ബന്ധനങ്ങളിൽ നിന്ന് പോലും മുക്തനായിത്തീരുന്നു. ഇതാണ് കേട്ടോ ഭഗവൻ നാമത്തിൻ്റെ വൈഭവം. അറിയണില്ല അധികം ആൾക്കാർക്ക്, വിശ്വാസം വരുന്നില്ല ഭഗവൻ നാമത്തിൻ്റെ മഹിമയിൽ. അതുകൊണ്ട് ജപിക്കാൻ മടി. എന്നിട്ട് പറയാണ്, ഋഷീശ്വരന്മാർ നിശ്ചയിച്ചിരിക്കണു ഇതിലധികം പ്രായശ്ചിത്തമില്ല എന്ന്. ഇനി ശ്രുതികളിലും സ്മൃതികളിലും വിധിച്ചിട്ടുള്ള വ്രതങ്ങൾ, തീർത്ഥാടനങ്ങൾ, മറ്റുള്ള അനുഷ്ഠാനങ്ങൾ, പലർക്കും ഇങ്ങനത്തെ പ്രായശ്ചിത്തങ്ങളിലാണ് വിശ്വാസം കൂടുതൽ. പണമൊക്കെ ചിലവിട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ പാപത്തിന് ചെറിയ പ്രായശ്ചിത്തം, വലിയ പാപത്തിന് വലിയ പ്രായശ്ചിത്തം. അപ്പോൾ ഘോരമായ പാപങ്ങൾ ചെയ്തവന് എന്നെങ്കിലും പ്രായശ്ചിത്തം ചെയ്ത് അവസാനിക്കുമോ? മോചനം ഉണ്ടാവുമോ? ഭഗവാന്റെ സ്പെഷ്യൽ കൃപയാണ്, അനുഗ്രഹമാണ് നാമത്തിൽ ഒളിച്ചു വച്ചിട്ടുള്ളത് കേട്ടോ. അതാണ് ഈ ഇതിന് ഭഗവാന്റെ ഭക്ത പോഷണ ലീല എന്നാണ് പറയണത്. ഭക്തന്റെ സ്പെഷ്യൽ അനുഗ്രഹം ഭക്തന്മാരിൽ എങ്ങനെ പറയുന്നു എന്നുള്ളത്. മഹാപാപികളിൽ മഹാപാപികളായവൻ പോലും എന്നെ ആശ്രയിക്കട്ടെ. അതല്ലേ ഭഗവാൻ ഗീതയിലും പറഞ്ഞത്? അഭിജേൽ സുദുരാചാര ഭജതേ മാം അനന്യഭാക്ക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. ഭാഗവത്തിൽ മാത്രമല്ല ഗീതയിലും പറഞ്ഞത് അർത്ഥം. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വൽ ശാന്തി നിഗച്ഛരി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യരി. എന്താ പറഞ്ഞത്? എത്ര പാപം ഒരാൾക്ക് ചെയ്യാൻ കഴിയും? നിങ്ങളൊന്ന് ക്ഷമിച്ചു നോക്കൂ. ഗുരുദേവൻ പറയും, ഈ പാപം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ വൾഗാരിറ്റിയിൽ ഡോക്ടറേറ്റ് എടുക്കൂ. ഡോക്ടറേറ്റ് എടുത്തവൻ എന്നാ പറഞ്ഞു. അത്ര ഇനി ഇത് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല അവന്. അത്രയും ചെയ്താനായാൽ പോലും അവൻ ശരിയായ തീരുമാനമെടുത്ത് ഭഗവാനിലേക്ക് തിരിഞ്ഞു മനസ്സെന്ന് വരികിൽ, ആ ഭഗവാനെ ആശ്രയിച്ചു എന്ന് വരികിൽ, അവൻ്റെ പാസ്റ്റ് ഭഗവാൻ നോക്കില്ല അത്രേ. അവൻ അതിൽ നിന്ന് മുഴുവനും പരിശുദ്ധനായിട്ട് അവൻ ധർമാത്മാവായി ശാശ്വത ശാന്തിക്ക് അധികാരിയായി മാറുന്നു എന്നാണ് ഭഗവാന്റെ പ്രതിജ്ഞ. ഉദാഹരണം രത്നാകരൻ അല്ലേ? കട്ടാളനായി എന്തെല്ലാം അധർമ്മങ്ങളും അന്യായങ്ങളും ചെയ്ത് കുടുംബത്തെ പുലർത്തി. ആ നാരദ മഹർഷിയുടെ ഒരു ചോദ്യമാണ് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. അങ്ങ് ഇതൊക്കെ ആർക്ക് വേണ്ടി ചെയ്യുന്നു? എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി. ഇതെൻ്റെ പാപം അവർ പങ്കിടുമോ? തീർച്ചയായിട്ടും പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴല്ലേ പറഞ്ഞത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇത് ആ കാട്ടാള സ്ത്രീക്കും കൂടി നിശ്ചയുണ്ടായിരുന്നേ. നമുക്ക് നിശ്ചയുണ്ടോ? നിശ്ചയില്ല. അപ്പം ഒത്തിരി പഠിക്കുമ്പോഴേ, പഠിപ്പ് കൂടുമ്പോൾ എന്നാൽ പിന്നെ മഹാപാപം ചെയ്യാൻ പോവില്ല ആൾക്കാർ. അധർമ്മം അന്യായവും തെറ്റും ചെയ്യാൻ പോവോ? താൻ ചെയ്ത് കഴിഞ്ഞാൽ താൻ തന്നെ എവിടെയെങ്കിലും കണക്ക് തീർക്കേണ്ടി വരുന്ന അറിഞ്ഞാൽ പാപം ചെയ്യാൻ പോവില്ല ആൾക്കാർ. അദ്ദേഹത്തിന് കണ്ണു തുറന്നു. അദ്ദേഹം പശ്ചാത്താപവശനായി ഓടി വന്നു. രാമനാമം ജപിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. ആ മരം ഈ മരം എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ? ആ രാമനാമ വൈഭവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭഗവൻ നാമ വൈഭവം ഇതൊക്കെ ജപിച്ചു നോക്കണം, ആശ്രയിച്ച് നോക്കണം, തീരുമോ ഇല്ലയോ എന്ന്. ഇതിൽ നമ്മൾ റിസർച്ച് ചെയ്യണം ജീവിതത്തിൽ എന്നർത്ഥം. എന്നിട്ട് ലോകസമക്ഷം പ്രഖ്യാപിക്കണം, യെസ് എനിക്കും പറയാൻ കഴിയും ഭഗവൻ നാമത്തെ കൊണ്ട് എന്നിലുണ്ടായ മാറ്റം എന്നർത്ഥം. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് ഭഗവൻ നാമത്തെ ആശ്രയിച്ച് ഹൃദയശുദ്ധി നേടിയവർ, വാസനാക്ഷയം സംഭവിച്ചവർ. ഭഗവാനെ സ്മരിക്കുന്ന മാത്രയിൽ അത്രയും വാസന ക്ഷയിക്കുക. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നിങ്ങളുടെ സ്വാമിയോട് ചോദിക്കാൻ പറയുക. വിഷ്ണുദൂതന്മാർ, യമദൂതന്മാർക്കേ അജാമിളനെ കൊണ്ടുപോകാൻ ഒത്തില്ല എന്നർത്ഥം. അജാമിളനോ പശ്ചാത്താപവിവശനായി. ഇത്രയും ഘോരപാപങ്ങൾ ചെയ്ത് അധപ്പതിച്ച ഇവനിൽ പോലും ആ മഹാപ്രഭുവിൻ്റെ കൃപയുണ്ടായതുകൊണ്ടല്ലേ പുത്രനെ വിളിക്കുക എന്ന രൂപത്തിലാണെങ്കിൽ പോലും അവിടത്തെ നാമം ജപിക്കാൻ എനിക്ക് തോന്നിയത്. ഇത്രയും മഹാപാപം ചെയ്ത് അധപ്പതിച്ച ഇവനിൽ പോലും പ്രഭുവിന് ഇത്രയും കൃപയുണ്ടെങ്കിൽ അവിടുന്ന് സർവസ്വം എന്നറിഞ്ഞ് അവിടത്തെ സർവാത്മന ഭജിക്കുന്ന ഭക്തനിൽ അവിടുത്തെ കൃപയും കാരുണ്യം എത്രയാവും? അനുതാപോ മഹാനാസീത്. എന്തെന്നില്ലാത്തൊരു പശ്ചാത്താപം ഉണ്ടായത്രേ, കുറ്റബോധമുണ്ടായത്രേ നർത്ഥം. താൻ ചെയ്ത നിന്യജീവിതത്തെ ഓർത്തട്ടെ. ഭക്തിമാൻ ഭഗവത്യാശു മാഹാത്മ്യശ്രവണാൽ ഹരേഹേ. വിഷ്ണുദൂതന്മാരുടെ മുഖത്ത് നിന്ന് ഭഗവൻ നാമത്തിൻ്റെയും ഭഗവത് ഭക്തിയുടെയും ഭഗവാന്റെയും മഹിമ കേൾക്കാൻ ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉത്തമ സത്സംഗല്ലേ ആ അവസാന സമയത്ത് തരായത്. ആ സത്സംഗം കൊണ്ട് താൻ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ആ ഭഗവാനിൽ ഭക്തിയുള്ളവനായി തീരുകയും ചെയ്തു. അജാമിളൻ
പിന്നെ ഒരാളോടും മിണ്ടാതെ നേരെ എണീറ്റ് പോയി ആ ഗംഗാതീരത്ത് ഹരിദ്വാറിൽ പോയിരുന്ന തീവ്രഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ചു അത്രയെന്നർത്ഥം. പിന്നെയാണ് അദ്ദേഹം ആ ജീവൻ മുക്തനാവുന്നത്. ഇവിടെയോ യമദൂതന്മാരോട് വന്നിട്ട് ധർമ്മത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, ഏയ് ഈ പാപം ചെയ്യുന്ന ജീവന്മാർക്ക് ശിക്ഷ കൊടുക്കാൻ എത്ര അധികാരികളുണ്ട്? ഒന്നിലേറെ അധികാരികളുണ്ടായ ചിലർ ശിക്ഷ കൊടുക്കണം എന്ന് ചോദിക്കും, ചില ആൾക്കാർ മാപ്പാക്കണം എന്ന് പറയും. ഇങ്ങനെയാ ബദ്ധാവൂലേ? എന്താ ചതുർഭിരത്ഭുതൈ സിദ്ധൈഹി ആജ്ഞാതേ വിപ്രലംഭിത എന്നാ പറഞ്ഞേ. 4 ദിവ്യപുരുഷന്മാർ അങ്ങയുടെ ആജ്ഞയെ നടപ്പാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. മഹാഭാവിയായിട്ടുള്ള ജാമളനെ കൊണ്ടുവരാൻ പോയതാ ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്കായില്ല. അദ്ദേഹത്തിൻ്റെ മകനെ നാരായണ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും 4 ദിവ്യപുരുഷന്മാർ വന്ന് ഞങ്ങളെ ആട്ടിപ്പായിച്ചു. അവരാരെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന്. യമധർമ്മൻ ഭഗവാനോട് തൻ്റെ ഭൃത്യന്മാർ അജാമിളനെ കൊണ്ടുവരാൻ പോയ തെറ്റിന് മാപ്പ് ചോദിച്ചു. അറിയോ, ഭഗവാനെ ഞാനതിന് ഉത്തരവാദി, എൻ്റെ ഭൃത്യന്മാരോട് ഞാനിത് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ല ഭഗവൻ നാമത്തിൻ്റെ വൈഭവം. യമധർമ്മൻ പറയണു, അന്ന് ഏതാണ്ട് 12 പേർക്കേ അറിയുള്ളൂ അത്രയും അർത്ഥം. ദ്വാദശൈതേ വിജാനീമോ ധർമ്മം ഭാഗവതം നിർഭടാഹ. നിങ്ങൾ പറഞ്ഞ സാമാന്യധർമ്മം, ആ വിഷ്ണുദൂതന്മാർ പറഞ്ഞത് ഭാഗവതധർമ്മമാ. ആ ഭാഗവതധർമ്മത്തിൻ്റെ മർമ്മം എന്താ? തന്നാമസ്മരണാദിഭിഹി, ഭക്തി ഭഗവാനിൽ വളർത്തുക, ഭഗവാന്റെ നാമസങ്കീർത്തനാദികളിലൂടെ അത്രയെന്നർത്ഥം. അത് ഭഗവാന്റെ വിശേഷ അനുഗ്രഹമാണ് അത്രയെന്നർത്ഥം. എന്നാൽ എന്തുകൊണ്ട് ഇത്രയും ലളിതമായ നാമസാധനയിൽ ആൾക്കാർക്ക് വിശ്വാസം വരണില്ല? ദേവ്യാവിമോഹിതമതിർബതമായയാലം. യമധർമ്മൻ പറയാ, അവരുടെ മനസ്സ് ആകുന്ന മായയെ അവർ വിശ്വസിച്ചു. അവന് പരമശാന്തി ഉടനെ കൈവന്നു എന്നർത്ഥം. ഇതാണ്. അതുകൊണ്ട് അജാമിളൻ്റെ ആ കഥ പറയുമ്പോൾ ഇവിടെ ഊരിപ്പിക്കണോ, ഏതെങ്കിലും തരത്തിൽ ഭക്തിപൂർവം നാമസങ്കീർത്തനാദികളുടെ ഭഗവാനെ ആശ്രയിക്കൂ, നമുക്കും ഈ പാപങ്ങളിൽ നിന്ന്, ഇവിടെ പാപം എന്ന് പറഞ്ഞ വാസനകളെന്നർത്ഥം, നമ്മളെ സത്യസ്വരൂപത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ബഹിർമുഖമായ വിചാരങ്ങളുണ്ടാക്കി നമ്മുടെ മനസ്സിന് അസ്വസ്ഥതയും അശാന്തിയും സൃഷ്ടിക്കുന്ന അതിന് കാരണമായ ചിന്തകളും അതിന് കാരണമായ സംസ്കാര വിശേഷങ്ങളും ഒക്കെ ഉണ്ട് ഉള്ളിൽ. ഇതെല്ലാം നീങ്ങും ആ മഹാപ്രഭുവിനെ ആശ്രയിച്ചാൽ. അതുകൊണ്ട് പ്രാർത്ഥിക്കണോ, ആ സമയത്ത് സദാസമയത്തും ഭഗവൻ നാമം ശ്രവിക്കാൻ, സ്മരിക്കാൻ, കീർത്തിക്കാൻ കഴിയണം. മരണവേളയിലും. അത് നേരത്തെ സൂചിപ്പിച്ചു അല്ലേ? നരനായി ജനിച്ച് ഭുവി മരണം ഭവിപ്പളവ് മുരചൈവതിന്നരുക നാരായണായ നമാണ്. അവിടെയും ഈ അജാമളൻ്റെ അനുസ്മരിച്ചിരുന്നു. ഇവിടെ യമധർമ്മൻ എന്നിട്ട് പറയുകയാണ്, ഇനി മേലിലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തോണം. ഒന്നൊരു സ്റ്റാൻഡിങ് ഓർഡർ ഓർത്തിരിക്കുക. ആരുടെ അടുത്തായാലും നിങ്ങൾ പോകേണ്ടത്? യമധർമ്മൻ പറയണം കേട്ടോ. എന്താ അതിൻ്റെ ഒരു കേമത്വം നോക്കൂ. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് പാപം ഉണ്ടാവില്ലേ? ഉണ്ടാവാം, സ്യാൽ പാതകം, അവർക്ക് പാപം ഉണ്ടായിക്കോട്ടെ എന്നാ. പക്ഷേ അവരെ ശിക്ഷിക്കാൻ എന്നെ ഭഗവാൻ നിയോഗിച്ചിട്ടില്ല അത്രേ. യമധർമ്മനെ യമപദവിയിലിരുത്തിക്കണ ആളാണ് കേട്ടോ മഹാപ്രഭു. ഇപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി കൂടുതൽ വോട്ട് കൊണ്ടുവന്ന MP-മാർക്ക് ഓരോ പോർട്ട്ഫോളിയോ മന്ത്രി പദവി കൊടുക്കൂലേ? കൂടുതൽ MP-മാരുള്ളവർക്ക് കൂടുതൽ മന്ത്രി, ഇങ്ങനെയല്ലേ? എന്നിട്ട് വെറുതെ ചോദിച്ചു കൊടുക്കൂലല്ലോ. അപ്പം അവരുടെ ആ പുണ്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാതിനിധ്യമാണ്. ഇതുപോലെ ജീവന്മാരുടെ പുണ്യത്തിനനുസരിച്ചിട്ടാണത്രേ വിധതാൽ ശാശ്വതീഭ്യ സമാഭ്യ എന്ന് വേദത്തിൽ പറയുന്നുണ്ട്, ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ആ പരമാത്മാവാണത്രേ ഓരോ ജീവന്മാരുടെ പുണ്യത്തിനനുസരിച്ച് ഓരോരോ പദവി കൊടുക്കുന്നത്. ക്യാബിനറ്റ് റാങ്കുള്ള മിനിസ്റ്റേഴ്സിനെ മാതിരിയാണത്രേ ഈ ലോകപാലകന്മാരെ. അവർക്കൊരു നേതാവ്, ഇന്ദ്രൻ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഏതാണ്ടൊരു ക്രമം. അല്ലെങ്കിൽ അത് നോക്കിയിട്ടാണ് ഇവർ ഈ ക്യാബിനറ്റും ഈ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ശാസ്ത്രങ്ങളിലേക്ക് പോയാൽ കാണാം. ഇവർക്ക് ഇത് എവിടുന്ന് കിട്ടി കോൺസെപ്റ്റ്? ഇതൊക്കെ ഇവിടുന്ന. അങ്ങനെ പറയാണ്, എന്നെ ഈ യമധർമ്മ പദവിയിലിരുത്തിയിട്ട് ഈ പാപം ചെയ്യണവർക്ക് തെറ്റ് കൊടുക്കാൻ, ശിക്ഷിക്കാൻ എന്നെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. ആ സ്വാമിയെ ആശ്രയിച്ചവനെ ശിക്ഷിച്ചാൽ എനിക്ക് കിട്ടും ശിക്ഷ. എന്നാൽ ഭഗവാനെ ആശ്രയിക്കുന്നവർ തെറ്റ് ചെയ്യില്ല, പാപം ചെയ്യില്ല, അധർമ്മം ചെയ്യില്ല, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവർക്കും ഉണ്ടാവാം പാകം. പക്ഷേ അവരെ നേരെയാക്കാൻ ഭഗവാന്റേതായ ഒരു രീതിയുണ്ട് അത്രയും നട്ടം. തൻ്റെ ഭക്തനെ ഭഗവാൻ യമനെ കൊണ്ട് ശിക്ഷിപ്പിക്കില്ല എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ വിഷമം. ചോദിക്കട്ടെ, ലൗകിക ബുദ്ധിയുള്ള ആ ബുദ്ധിയിലൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഒരു കുട്ടി കുരുത്തം കേട്ട് കാണിക്കുന്നവനാ, അങ്ങനെ ഒരു അത്ര കേമനൊന്നും അല്ല. എപ്പോഴും ശണ്ടപണയാ, വീട്ടിലും നാട്ടിലും അടിയും പിടിയൊക്കെ ഉണ്ടാക്കണവരാ എന്നിരിക്കുക. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ പറയുമ്പോൾ അവനെ ശാസിക്കും, ശിക്ഷിക്കും ഒക്കെ ചെയ്യും.
പക്ഷേ നമ്മുടെ കുട്ടിയെ നാട്ടുകാർ കൈകാര്യം ചെയ്തെന്ന് കേട്ടാൽ നമുക്ക് ദണ്ണം സഹിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവൻ കുറ്റം കെട്ടവനാണ്, നമുക്കറിയാം. അവൻ വേണ്ടാതിനെ കാണിക്കുന്നവനാണ്, അവൻ അങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കണവനാണെന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിൽ പോലും നമ്മുടെ കുട്ടിയെ പോലീസുകാരടിച്ചു, നാട്ടുകാരടിച്ചു എന്ന് കേട്ടാൽ നമുക്ക് എത്ര ദണ്ണുണ്ടാവും? നമ്മൾ അവരോട് ഇടപെടില്ലേ? നിങ്ങളോട് ആര് പറഞ്ഞു അടിക്കാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്ത് എന്നോട് ഞാൻ നേരെയാക്കില്ലേ അവനെ? ഇതല്ലേ നമ്മൾ പറയുക? തെറ്റ് ചെയ്ത, പാപം ചെയ്ത, അധർമ്മം ചെയ്ത, കുറ്റം ചെയ്ത ആ സ്വന്തം പുത്രനെ പോലും ഒരച്ഛനും അമ്മയ്ക്കും നാട്ടുകാരെ കൊണ്ട് ശിക്ഷിപ്പിക്കാനോ കൈകാര്യം ചെയ്യിപ്പിക്കാനോ മനസ്സ് വരുമോ? എന്താ ഭഗവാന്റെ ഹൃദയത്തെക്കുറിച്ച് പിന്നെ നമുക്ക് പറയാൻ പറ്റുക? അല്ലേ? നമ്മുടെ കുട്ടികളുടെ നേരെ ദുഷ്ടനായാൽ പോലും ഇങ്ങനെയാണ് നമ്മുടെ മനസ്ഥിതിയെങ്കിൽ തൻ്റെ ഭക്തൻ്റെ നേരെ ഭഗവാന്റെ മനസ്ഥിതി എങ്ങനെയാവുന്നൊന്ന് ഇമാജിൻ ചെയ്യാനുള്ള ഹൃദയമുണ്ടോ? ഉണ്ടെങ്കിൽ ഭാവന ചെയ്തു നോക്കൂ. തൻ്റെ ഭക്തനെ യമനെ കൊണ്ട് ശിക്ഷിപ്പിക്കുമോ പ്രഭു? സ്യാൽപാതകം ഹന്ത്യുരുകായവാദ ഉണ്ടാവട്ടെ, ഞാൻ നോക്കിക്കോളാം എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. അതുകൊണ്ട് ഇനിമേലിൽ ഭഗവാനെ, ഭഗവത് കഥ കേൾക്കുവോ, ഭഗവാൻ നാമം ജപിക്കുവോ, ഭഗവാനെ ഒരിക്കലെങ്കിലും ഹൃദയത്തിൽ സ്മരിക്കുകയോ ചെയ്തവരെ കൊണ്ടുവരാൻ നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. എന്താ അത് ഭഗവാന്റെ ഒരു മഹിമ? ജിഹ്വാനഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചന സ്മരതിത ചരണാരവിന്ദം കൃഷ്ണായ നോ നമതിയശ്രീകദാപി താനാനയധ്വം അസതഃ അകൃത വിഷ്ണുകൃത്യാൻ സ്റ്റാൻഡിങ് ഓർഡർ കൊടുത്തു. ഇതാ ഇങ്ങനെയൊക്കെയുള്ളവരെ ധൈര്യമായിട്ട് കൊണ്ടോളൂ. ഈ നാവുണ്ടായിട്ടും എന്തൊക്കെയോ പറഞ്ഞു നടക്കണോ, തവള ചലക്കണ മാതിരി, ആർക്കും ഉപകാരമില്ലാത്ത കാര്യങ്ങൾ. ഭഗവാന്റെ നാമം ജപിക്കാൻ, ഭഗവത് കഥ പറയാൻ, ഭഗവാന്റെ കീർത്തനം ചെയ്യാൻ മനസ്സ് വരാതിരുന്നവരുണ്ടല്ലോ, ആരും നിങ്ങളോട് ചോദിക്കാൻ വരില്ല, ധൈര്യമായിട്ട് കൊണ്ടോളൂ. കാതുണ്ടായിട്ടും ഭഗവാന്റെ കഥകൾ കേൾക്കാത്ത, ഭഗവാന്റെ മഹിമകൾ കേൾക്കാതെ വേറും വിഷയവാർത്തകൾ കേട്ട് മനസ്സിനെ കേടുവരുത്തിക്കൊണ്ട് മനസ്സിന് അശാന്തിയും അസ്വസ്ഥതയും ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടാക്കിയിട്ട് അജിറ്റേഷനും അശാന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ധൈര്യമായിട്ട് കൊണ്ടോളൂ, ആരും ചോദിക്കാൻ വരില്ല. ആ ഹൃദയം, ഭഗവാനെ സ്മരിക്കാത്തവൻ്റെ ഹൃദയം അല്ലേ, എന്തൊക്കെ വിഷയങ്ങൾ, അത് സ്വന്താക്കാൻ, ഇത് സ്വന്താക്കാൻ, അത് പിടിച്ചെടുക്കാൻ, ഇത് പിടിച്ചെടുക്കാൻ, എന്തെല്ലാം പ്ലാനിങ്ങാരാവും പകലും. ഈ കൃഷ്ണനെ ഒന്ന് ഉള്ളിലാക്കാൻ എന്താ വഴി? ഈ ഭഗവാന്റെ ഇഷ്ടദേവന്റെ ചുറ്റൊന്ന് ഉള്ളിലാക്കാൻ എന്താ വഴി? ആ ഭഗവാനിലൊന്ന് മനസ്സിൽ നിർത്താൻ എന്താ വഴി? ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യണ്ടോ? അങ്ങനെ ചെയ്യാത്തവരെ ധൈര്യമായിട്ട് കൊണ്ടോളൂ എന്നാണ് പറഞ്ഞത്. കൈയുണ്ടായിട്ടും ഭഗവത് ആരാധന ചെയ്യാത്തവൻ, കാലുണ്ടായിട്ടും ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാത്തവൻ, ശിരസുണ്ടായിട്ടും ഭക്തനെയും ഭഗവാനെ നമസ്കരിക്കാത്തവൻ, ഇങ്ങനെയൊക്കെയുള്ളവരെ ധൈര്യമായിട്ട് കൊണ്ടുവരാം, ആരും ചോദിക്കാൻ വരില്ല എന്നർത്ഥം. ആചാര്യസ്വാമികൾ പോലും ഭജഗോവിന്ദത്തിൽ പറയണു, ഭഗവത്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാപീത സഹൃദപി യേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. യമൻ ആ കൂട്ടരുടെ ഫയൽ എടുക്കില്ല എന്നാണ് പറഞ്ഞത്, നമ്മുടെ ഭാഷയിൽ പറയണമെങ്കിൽ അല്ലേ. യമനെ പേടിക്കണ്ട, ഭഗവത്ഗീത അല്പം പഠിക്കൂ, ഗംഗാ കുടിക്കൂ അല്പം. ആ പരമ്പരാഗതമായി ആ ശിവപെരുമാളിൽ നിന്ന്, ദക്ഷിണാമൂർത്തിയുടെ ശിരസിൽ നിന്ന് ഗംഗ വരിക, ആ ഗുരുനാഥനിൽ നിന്ന് പരമ്പരാഗതമായി ഒഴുകി വരുന്നതായ ഈ ജ്ഞാനഗംഗയിൽ അല്പമൊന്ന് ഇറങ്ങി മുങ്ങൂ, അല്പമെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കൂ, കുറച്ചെങ്കിലും ഗീത പഠിക്കൂ, ആ ഭഗവാനെ ഒന്ന് ഹൃദയത്തിലാക്കാൻ നോക്കൂ, അവിടുത്തെ തിരുനാമം ഒന്ന് ജപിക്കൂ. അവർക്ക് പിന്നെ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതാ അപ്പാശവും വടിയുമായി കൊണ്ട രാമിളനെ മുൽപ്പാടു ചെന്ന് കയറിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നത് തടുത്തോരു നാൽവരെയും അപ്പോലെ നൗമി ഹരിനാരായണായ നമ. ആ രാവണൻ എന്ന 4 പേരെ നമസ്കരിച്ചു, അവിടത്തെ മനസ്സാ നമസ്കരിച്ച് അവിടത്തെ സർവാത്മന ആശ്രയിച്ചു. ഞാനും അപ്പോലെ, ആ രാവണനെ പോലെ അവിടുത്തെ ആ ഭക്തന്മാരെ, ആ മഹാത്മാക്കളെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നമിക്കട്ടെ, അവിടുത്തെ ഞാനിതാ ആശ്രയിക്കണു പ്രഭോ. ഇതാണ് ഭക്തവാത്സല്യമാണ് ഭഗവാന്റെ. എത്ര അധപ്പതിച്ചവനായാലും വിരോധമില്ല. ആ ഭഗവാന്റെ നാമജപത്തിലൂടെ ഭഗവാനെ എന്നിട്ടാണ് പറഞ്ഞത്. അഗസ്ത്യനെ പറയണത്, അഗസ്ത്യ കൂടൊക്കെ ഇവിടെ അടുത്താണല്ലോ. ആ അഗസ്ത്യ മഹർഷിയാണ് അത്രേ തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ഭഗവൻ നാമത്തിൻ്റെ മഹിമയാവുന്ന അജാമിള കഥ പറഞ്ഞു കൊടുക്കുന്നത്. പരീക്ഷത്തിനോട് മുഖത്ത് നോക്കിയിട്ട് ശുഗബ്രഹ്മർഷി പറയാ, മഹാരാജാവേ, ഇനി അങ്ങക്ക് പരിഭ്രമിക്കണോ? ആ മഹർഷിയുടെ കഴുത്തിൽ ചത്തപാമ്പിനിട്ട മഹാപാപി എന്നുള്ള വിചാരം പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ടിരിക്കണോ? ഭഗവാന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന, ഭഗവാനെ ഹൃദയത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങക്ക് എന്ത് പാപം ഉണ്ടാവും ഇനി? ഇതാണ് ഗുരുനാഥൻ ശിഷ്യന് കൊടുക്കുന്ന ധൈര്യം എന്നർത്ഥം. ഇങ്ങനെ നമുക്കും വേണം ധൈര്യം. സൈക്കോളജിക്കലായിട്ടുള്ള ഒരു
ട്രീറ്റ്മെൻറ്റും ഉണ്ട് ഇതിലെന്നർത്ഥം. അല്ലെങ്കിൽ നാം കുറ്റബോധം കൊണ്ട് മഹാപാപം ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വയം ശപിച്ചുകൊണ്ട് കീഴ്പോട്ട് തന്നെ അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കും. അവന് മേലോട്ട് ഉയരാൻ സാധിക്കില്ല എന്നർത്ഥം. ആ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അത് സാധിക്കും. ഭഗവാന്റെ ഓരോ ലീലകളും അത്ഭുതവും വിചിത്രവും തന്നെ നമുക്ക് മനസ്സിലാവണില്ല. നോക്കൂ, ഇവിടെ അജാമിളൻ ഇത്രയൊക്കെ മഹാപാപം ചെയ്തിട്ടും അധപ്പതിച്ചിട്ടും അവസാന സമയം ഭഗവാന്റെ നാമമാണെന്ന് അറിഞ്ഞും കൂടിയില്ല, ഭക്തിപൂർവ്വം കൂടിയല്ല വിളിച്ചത്, പുത്രനെ വിളിക്കേണ്ടായത്. എന്നിട്ടും ഭഗവാൻ തൻ്റെ നാമമല്ലേ, ആ നിലയ്ക്ക് ഭഗവാൻ വന്ന് ആളയച്ച് അനുഗ്രഹിച്ചു. നമ്മൾ വിളിക്കുന്നത് ഭഗവാന്റെ നാമമാണെന്ന് നമുക്കറിയണ്ട, ഭഗവാൻ അറിയൂലോ അല്ലേ? ഇവിടെ ഒരാളുണ്ട്, കൃഷ്ണൻ എന്നൊരാളുണ്ട് നിൽക്കട്ടെ. ഇവിടെ ഒരാൾ കൃഷ്ണ 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 എന്ന് വിളിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ അറിഞ്ഞിട്ടാണോ അല്ലെങ്കിലും ഇവിടെ കൃഷ്ണൻ എന്നുള്ള ആൾ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്താണെന്ന് വിളിച്ച് ചോദിച്ചു പോവില്ലേ, വിളിയോട്ട് പോവില്ലേ? അപ്പോൾ നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും മഹാപ്രഭുവിനറിയും, എൻ്റെ നാമാണ് അവനെടുത്തേക്കണത്, എന്നെയാണ് വിളിച്ചേക്കണത്, പ്രഭു ആശ്രയിക്കാൻ വരും. ഇന്നലെ സൂചിപ്പിച്ചു, നമ്മുടെ പേരിന് നമ്മൾ ഇത്രയൊക്കെ വില കൽപ്പിക്കണം അല്ലേ? അപ്പോൾ ഈശ്വരൻ്റെ പേരിന് വിലയില്ല എന്ന് വിചാരിക്കുന്ന നമ്മുടെ ബുദ്ധി അല്ലാട്ടോ, അത് ബുദ്ധിഹീനതയാണ്. ആഞ്ജനേയസ്വാമികൾ നമ്മളോട് പറയണു, സീതാന്വേഷണത്തിന് വേണ്ടി തെക്കേ സമുദ്രതീരത്തെത്തി. എല്ലാവരും സമുദ്രത്തിൻ്റെ വലിപ്പം കണ്ടിട്ട് മരിക്കാൻ തയ്യാറായി. ആഞ്ജനേയസ്വാമികൾ പറയാ, നിങ്ങൾ എന്തിന് പരിഭ്രമിക്കണം, രാമനാമത്തെ കൊണ്ട് സംസാരവാരാൻ നിധിയെ കടക്കുന്നിതേവരും. അജ്ഞാനത്തെയും ദേഹാഭിമാനത്തെയും വിഷയാസക്തിയെയും ജയിക്കണോ ഭഗവത് നാമമാത്ര വൈഭവം കൊണ്ട്. ആ രാമനാമം എൻ്റെ ചുണ്ടിലും രാമരൂപം എൻ്റെ ഹൃദയത്തിലും ഉണ്ട്, രാമൻ തന്ന മോചനം എൻ്റെ കയ്യിലുമുണ്ട്. പിന്നെയാണോ ഈ സമുദ്രം കടക്കാൻ എനിക്ക് വിഷമം നാം? എന്താ എവിടുന്ന് കിട്ടി ധൈര്യം? ഇതാണ് ശ്രദ്ധ കേട്ടോ, ഇതാണ് വിശ്വാസം. ഈ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് നമുക്കൊക്കെ ബുദ്ധിയുണ്ട്, പഠിപ്പുണ്ട്. മലയാളികൾക്ക് ബുദ്ധി കുറച്ച് കൂടുതലാണ് അല്ലേ? പക്ഷേ ഈ ശ്രദ്ധയാണ് കുറവ്, ഈ ഭക്തിയാണ് കുറവ്. നോക്കിക്കോളൂ, ഈ തമിഴർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ബുദ്ധിയും പഠിപ്പൊക്കെ കുറച്ച് കുറഞ്ഞാലും ഈ ഭക്തിയും ശ്രദ്ധയും കൂടുതലാണ്. നോർത്ത് ഇന്ത്യൻസിനും അതെ, നമുക്കത് കുറച്ച് കുറവാണ്. അതാണ് നമ്മൾ നേരെയാവാത്ത. ഈ മഹാത്മാക്കളൊന്നും നമ്മൾ അംഗീകരിക്കില്ല ഇവിടെ. ഇവിടുന്ന് പൊലി പോയാൽ ഭയങ്കര വില അവർക്ക്. ഈ ലോകത്തിൻ്റെ നാടിൻ്റെ ശാപം പോലെയുണ്ട് ഈ കേരളക്കാരുടെ. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തി വളർത്തൂ, ഭഗവാനിൽ നാമത്തിൽ ശ്രദ്ധ വയ്ക്കൂ. ഈ കഥകളൊക്കെ അതിന് വേണ്ടിയിട്ടാണ്.